വർഷത്തെ നിങ്ങളുടെ പബ്ലിക് എക്സാം ടഫായിരിക്കും? ഇങ്ങനെ ഒരേ ക്വസ്റ്റ്യൻസ് എൻ്റെ മക്കൾ പല സ്ഥലങ്ങളിലായിട്ടല്ലേ, പല വീഡിയോസിലായിട്ട്, ചിലപ്പോൾ ന്യൂസ് പേപ്പേഴ്സിലായിട്ട്, ചിലപ്പോൾ ന്യൂസ് റിപ്പോർട്ട്സിലൊക്കെ ആയിട്ട് കേൾക്കുന്നുണ്ടാകും. നിങ്ങളുടെ ഇനി വരാൻ പോകുന്ന എക്സാം ടഫാക്കും അല്ലേ, പാറ്റേൺ മാറാൻ പോവാണ്. ശരിക്കും അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമോ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ചിലപ്പോൾ ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. അതിൽ തന്നെ കൂടുതൽ ചാൻസ് എന്താണ്? ഇപ്പം നമ്മൾ ഈ പറയുന്ന നമ്മളുടെ പേപ്പേഴ്സിൻ്റെയും അല്ലെങ്കിൽ ഇപ്പം നടക്കുന്ന കുറേ കോൺട്രവേഴ്സി ഒക്കെ നോക്കുകയാണെങ്കിൽ നമ്മളുടെ എക്സാം ടഫ് ആവാൻ തന്നെയാണ് സാധ്യതയുള്ളത്. ഓക്കെ, അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അയ്യോ എക്സാം ടഫാകും, എക്സാം ടഫായി കഴിഞ്ഞാൽ എനിക്കിനി എഴുതാൻ പറ്റില്ല, എനിക്കിനി പഠിക്കാൻ പറ്റില്ല, എൻ്റെ എക്സാം ഞാൻ പൊട്ടിപ്പോകും അല്ലേ? പലപ്പോഴും പല വീഡിയോസിൻ്റെ താഴെ കാണുന്ന കമൻസാണ് ഈ സബ്ജക്ട്സിൽ പൊട്ടിയവരാരൊക്കെ, പൊട്ടിയവർ ലൈക്ക് ചെയ്യുക. ഇങ്ങനെ ഇതിനെയാണോ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത്? അല്ലെങ്കിൽ ഇങ്ങനെ പൊട്ടെന്ന് ആലോചിച്ചിട്ട് നമ്മൾ പേടിക്കുകയാണോ വേണ്ടത്? എന്താണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ ഇവിടെ എപ്പോഴുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും എപ്പോഴും എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്താണ്? എക്സാം പേപ്പർ നല്ല ഈസി ആവും എന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? നമ്മളെല്ലാവരും നിങ്ങളെ സമാധാനിപ്പിക്കാൻ പറയാറുണ്ട്, മക്കളെ നിങ്ങൾക്ക് പേപ്പർ നല്ല ഈസി ആയിരിക്കും എന്ന് പറയാറുണ്ട്. പക്ഷേ നല്ല പൊട്ട ക്വസ്റ്റ്യൻസ് അല്ലെ, ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണോ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്? അങ്ങനെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസപ്പോയിൻറ്റഡ് ആകും, നിങ്ങൾക്ക് നിരാശ വരും. അപ്പോൾ ഇങ്ങനെ ഒരു കോട്ടുണ്ട് മക്കളെ, അതായത് എക്സ്പെക്ട് ഡിസപ്പോയിൻമെൻറ്റ് ആൻഡ് യു വിൽ നെവർ ഡിസപ്പോയിൻറ്റഡ്. അതായത് നമ്മൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? നമ്മൾ ഡിസപ്പോയിൻമെൻറ്റ് പ്രതീക്ഷിക്കുക എന്ന് വെച്ചാൽ നമ്മുടെ പേപ്പർ ടഫാവുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുക. അപ്പം നമുക്ക് എന്താണ്, ഇനിയിപ്പോൾ അഥവാ പേപ്പർ ടഫായാൽ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണല്ലോ വന്നത്, അപ്പം നമ്മൾ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. ഇനി പേപ്പർ ഈസി ആവുകയാണെങ്കിൽ നമുക്ക് അവിടെ ഗുണമല്ലേ ഉണ്ടായത്. പകരം നമുക്ക് എപ്പോഴും നമ്മളിങ്ങനെ എക്സാം പേപ്പറിനെ കുറ്റം പറയേണ്ട അവസ്ഥ വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മളെപ്പോഴും എക്സ്പെക്റ്റ് ചെയ്യുന്നത്, പ്രതീക്ഷിക്കുന്നത് എന്താണ്? നല്ല ഈസി ആയിരിക്കും എന്ന് നമ്മൾ ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യും. അപ്പോഴെന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മോഡറേറ്റ് ലെവലിൽ ടഫ് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് നിരാശ. അയ്യോ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ വന്നില്ലല്ലോ, ഞാൻ പ്രതീക്ഷിച്ചതുപോലെ വരാത്തതുകൊണ്ട് എനിക്ക് ഞാൻ പ്രതീക്ഷിച്ച പോലെ എഴുതാൻ പറ്റിയില്ലല്ലോ, അപ്പോൾ എനിക്കിനി മാർക്ക് കിട്ടില്ലല്ലോ. അതിനെ കണക്ട് ചെയ്ത് വരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളെ നിരാശപ്പെടുത്തുകയുള്ളൂ. അപ്പം നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? നിങ്ങൾ എന്താണ് എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്? നിങ്ങൾ പ്രതീക്ഷിക്കുക എക്സാം ടഫാവുമെന്ന് പ്രതീക്ഷിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ശരിയാണ്, ഇനിയിപ്പോൾ ടഫായി കഴിഞ്ഞാൽ നിരാശ ഒഴിവാക്കാം, അതുകൊണ്ട് ഇപ്പോൾ എന്താ കാര്യം എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക. മക്കളെ, നമ്മൾ ടഫാവും എന്ന് വെറുതെ ചിന്തിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. ടഫാവുമെന്ന് നമ്മൾ ചിന്തിച്ചു, അതിനുവേണ്ടി പ്രതീക്ഷിച്ചു. അങ്ങനെയാണെങ്കിൽ അല്ലെ, ഒരു അപകടം മുന്നിലുണ്ട് എന്ന് നമ്മളോട് പറയുകയാണെങ്കിൽ നമ്മൾ അപകടം മുന്നിലുണ്ടല്ലേ, ഓക്കെ ബൈ എന്ന് പറഞ്ഞ് പോവുകയാണോ ചെയ്യുക? നമ്മൾ അതിന് വേണ്ടിയിട്ട് മുൻകരുതലുകൾ എടുക്കുകയാണോ ചെയ്യുക? എന്താ നമ്മൾ ചെയ്യുക അല്ലേ? നാളെ നല്ല മഴയാണെന്ന് പറഞ്ഞ് നമുക്ക് എന്തിനാണ് കാലാവസ്ഥാ വകുപ്പ് റെഡ് അലേർട്ടും ഓറഞ്ച് അലേർട്ടും ഒക്കെ പ്രഖ്യാപിക്കുന്നത്? നമ്മൾ നാളെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ അപകടം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അപ്പോൾ അവിടെ പോവരുത് അല്ലേ, മുൻകരുതൽ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതേപോലെ നിങ്ങളുടെ എക്സാം ടഫാവും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുകയാണ്, അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് മുൻകരുതൽ എടുക്കണം? നമ്മൾ നന്നായിട്ട് പഠിക്കണം. നമ്മൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എത്ര ടഫായിട്ടുള്ള പേപ്പർ ആയാലും അല്ലേ, നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ നിങ്ങൾ ടഫ് പ്രതീക്ഷിക്കുന്നു, ടഫ് വരുന്നു, നിങ്ങൾ നന്നായിട്ട് എഴുതുന്നു, അവിടെയാണ് നിങ്ങളുടെ സ്മാർട്ട്നെസ് ഇരിക്കുന്നത് അല്ലേ. ഇനിയിപ്പോൾ ഈസി ആണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ചിന്തിക്കേണ്ട, അതിനേക്കാൾ സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ സിറ്റുവേഷൻസിനെ ഫേസ് ചെയ്യേണ്ടത്. അല്ലാതെ ക്വസ്റ്റ്യൻ പേപ്പർ ഈസി ആകുമ്പോഴേക്കും അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ടഫ് ആകുമ്പോഴത്തേക്കും ഇത് കുട്ടികളോട് അങ്ങനെ ചെയ്യരുതായിരുന്നു, കുട്ടികളോട് ഇങ്ങനെ ചെയ്യരുതായിരുന്നു, ഞങ്ങളെ ചതിച്ചു, അങ്ങനെയൊന്നും അല്ല നമ്മൾ പറയേണ്ടത്. നമ്മൾ അതിൻ്റെ ലെവലിലേക്ക് നമ്മൾ പഠിക്കണം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ടഫായാലൊന്നും ഒരു പ്രശ്നമില്ല. അപ്പോൾ നമ്മളുടെ പോയിന്റ് ക്ലിയർ ആവുകയും ചെയ്യും. ഇങ്ങനെ പേപ്പറിൻ്റെ സ്റ്റാൻഡേർഡ് കൂടുന്നത് നമ്മളുടെ ലെവൽ കൂടാൻ സഹായിക്കും. ഓക്കെ, എന്തൊരു സ്ട്രോങ്ങർ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്ത് പ്രശ്നങ്ങൾ വരുന്നെങ്കിലും ഉണ്ടെങ്കിലും അത് ആ സ്ട്രോങ് അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ടുകൾ നമ്മളെ വീണ്ടും സ്ട്രോങ്ങർ ആക്കുകയാണ് ചെയ്യുക. എപ്പോഴും അങ്ങനെ ആയിരിക്കും. നമ്മൾ വിചാരിക്കും അയ്യോ ഇത്രയും കഷ്ടപ്പാടുകൾ എനിക്ക് വന്നല്ലോ, പക്ഷേ ആ കഷ്ടപ്പാടുകൾ സഹിച്ചു വന്ന ആൾക്ക് വേറെ എന്തിനേയും നേരിടാനുള്ള ഒരു ധൈര്യം കിട്ടിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ ആ ഒരു പവർ കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ അതേപോലെ നിങ്ങളുടെ പേപ്പർ ടഫ് ആവുകയാണെങ്കിൽ നിങ്ങൾ അതിന് മുകളിലേക്ക് പഠിക്കുകയാണെങ്കിൽ സിമ്പിളാണ് മക്കളെ. നിങ്ങൾക്ക് ഇനി വേറെ എന്ത് വന്നു കഴിഞ്ഞാലും നിങ്ങൾക്കൊരു കുഴപ്പം ഉണ്ടാവില്ല, നിങ്ങൾക്ക് സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ ആ രീതിയിലേക്ക് എൻ്റെ മക്കൾ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ. ഓക്കെ, അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും മിസ് അങ്ങനെയൊക്കെ ഞങ്ങൾ പഠിക്കാൻ റെഡിയാണ്, കഷ്ടപ്പെട്ട് പഠിക്കാൻ റെഡിയാണ്, പക്ഷേ എങ്ങനെ പഠിക്കും? ഇനി ആകെ 2 മാസമല്ലേ ഉള്ളൂ അല്ലേ, മാർച്ചിൽ നമ്മളുടെ പബ്ലിക് എക്സാമാണ്. അപ്പോൾ എന്താണ് മിസ് ചെയ്യേണ്ടത്?
സിമ്പിൾ അല്ലേ? നിങ്ങൾക്ക് ഒന്നുകിൽ നിങ്ങൾ എന്ത് ചെയ്യാം, പലതരത്തിൽ നിങ്ങൾക്ക് പഠിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പഠിക്കുന്നതിനൊരു ഐഡിയ ഇല്ല, അതായത് 2 മാസം കൊണ്ട് ഇത്രയും ചാപ്റ്റേഴ്സ് എങ്ങനെ പഠിക്കണം എന്നൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നാണെങ്കിൽ, നിങ്ങൾക്ക് എക്സാമിനറുടെ കൂടെ അത് ചെയ്തെടുക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് എൻ്റെ മക്കൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വീര ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഷോർട്ട് ടൈമിൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള 1 ഷോട്ട് ക്ലാസ്സുകൾ ഉണ്ടാകും. അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അതേപോലെ മോഡൽ എക്സാംസ് ഉണ്ടാകും. നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിലാണോ വർക്കൗട്ട് ആവുന്നത്, ഇതൊക്കെ ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മോഡൽ എക്സാംസ് ഉണ്ടാവും. ഇനി എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾക്ക് വർക്ക് ഷീറ്റ്സ് ഉണ്ടാകും. ഓക്കെ, ഒന്നുകിൽ നിങ്ങൾക്ക് നമ്മുടെ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്ത് നല്ല രീതിക്ക് പഠിക്കാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും രീതിയിലൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ട്, വേറെ ഏതെങ്കിലും സ്ഥലത്തൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ സ്ട്രോങ്ങർ ആയിട്ട് തന്നെ മുന്നോട്ട് പോകാൻ നല്ലപോലെ പഠിക്കാം. നമ്മൾ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര ടഫായാലും നമുക്ക് കുഴപ്പമില്ല. അപ്പം നമ്മൾ ടഫാണ് പ്രതീക്ഷിക്കുന്നത് അല്ലേ? ടഫ് വന്നു കഴിഞ്ഞാൽ ഇത് ഞാൻ നേരത്തെ പ്രതീക്ഷിച്ചതാണ്, എനിക്കൊരു കുഴപ്പമില്ല. മറ്റേതെന്താ പറ്റുക, നമ്മൾ സിമ്പിൾ പ്രതീക്ഷിക്കുന്നു, നമുക്ക് ടഫ് പേപ്പർ വരുന്നു, നമ്മുടെ ആ എക്സാം കൊളാവും. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ അല്ലല്ലോ വന്നത്. അപ്പോൾ നമ്മൾ അടുത്ത ദിവസത്തേക്ക് പഠിക്കാനുള്ള മോട്ടിവേഷനും ഇല്ലാണ്ടാവും. ഈ പരീക്ഷ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ വന്നില്ല, നാളത്തതും ഇതുപോലെ ആയിരിക്കും, പഠിച്ചിട്ട് കാര്യമില്ല. ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ ഡീമോട്ടിവേറ്റഡ് ആവുകയാണോ വേണ്ടത്? അതേപോലെ അതല്ലാതെ നിങ്ങൾ ടഫായിട്ട് തന്നെ പ്രതീക്ഷിച്ച് ടഫ് പേപ്പർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അത് ഈസി ആയിട്ട് എഴുതുന്ന രീതിയിൽ പഠിച്ച് നാളത്തെ പരീക്ഷയും അതേപോലെ പഠിക്കാനുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാക്കുകയാണോ വേണ്ടത്? ഏതാണ് വേണ്ടതെന്ന് എൻ്റെ മക്കൾക്ക് തീരുമാനിക്കാം. അതിൽ നമ്മളുടെ എക്സാമിനറോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഏറ്റവും ബെസ്റ്റായിട്ട് പ്രിപ്പയർ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീര ക്രാഷ് ബാച്ച് ഉണ്ട്. ഇനി ഈ വീര ബാച്ച് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഏറ്റവും സിമ്പിൾ സൊല്യൂഷൻ, നമ്മുടെ എക്സാമിനറിൻ്റെ ക്ലാസ് 9ൻ്റെ ബാച്ചായിട്ടുള്ള ആൽഫ ബാച്ചിൽ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ വീര ബാച്ച് ഫ്രീ ആയിരിക്കും. അപ്പോൾ ആൽഫ ബാച്ചിൻ്റെ ഫീ എന്ന് പറയുന്നത് 3,999 ആണ്. ഈ ബാച്ചിൽ ജോയിൻ ചെയ്താൽ 1,000 റുപ്പീസിൻ്റെ ഈ ബാച്ച് നിങ്ങൾക്ക് ഓൾറെഡി ഫ്രീ ആയി കിട്ടും. അപ്പം എങ്ങനെ ആയാലും എൻ്റെ കുട്ടികൾ പഠിക്കുക. എപ്പോഴും സിമ്പിൾ ആയിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാതിരിക്കുക. ടഫായിരിക്കും എന്ന് എക്സ്പെക്റ്റ് ചെയ്യുക. അതിനനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ ലെവൽ കൂട്ടുക, നല്ലപോലെ പഠിക്കുക. നിങ്ങളുടെ എക്സാം എങ്ങനെ ആയാലും നമ്മൾ തകർത്ത് എഴുതും. അത് എക്സാമിനറുടെ കൂടെ ആണെങ്കിൽ നിങ്ങളുടെ ഓപ്ഷൻസ് ആണ് ബാക്കിലിരിക്കുന്നത്. എൻ്റെ മക്കൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക, നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക.